കാസർഗോഡ് കോളേജ് വിഷയത്തിൽ സർക്കാരിനും SFIക്കും തിരിച്ചടി. മുൻ പ്രിൻസിപ്പലിനെതിരായ അച്ചടക്ക നടപടികൾ ഹൈക്കോടതി റദ്ദാക്കി. ഡോക്ടർ രമയ്ക്കെതിരായ നടപടികൾ ഏകപക്ഷീയമെന്ന് കോടതി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, കാസർഗോഡ് കോളേജിലെ മുൻ പ്രിൻസിപ്പാളായിട്ടുള്ള ഡോക്ടർ രമയ്ക്കെതിരെ പ്രതികാര നടപടി എന്നോണം സർക്കാർ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. ഇതിനെതിരെ രമ നൽകിയ ഹർജിയിലാണ് വലിയ രീതിയിലുള്ള വിമർശനം SFIക്കും അതോടൊപ്പം സർക്കാരിനും നേരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയിരിക്കുന്നത്. ഡോക്ടർ രമയ്ക്കെതിരായിട്ടുള്ള എല്ലാ നടപടികളും ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ രമയ്ക്കെതിരായി നടത്തിയിട്ടുള്ള വകുപ്പ് തല അന്വേഷണം അടക്കം ഏകപക്ഷീയം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണത്തിൽ ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളും അതോടൊപ്പം തന്നെ നിക്ഷിപ്ത താല്പര്യം ഉണ്ടായി എന്നാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖും അതോടൊപ്പം ശോഭ അന്നമ്മ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ SFIക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും ഹൈക്കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പാളിനെ ആക്രമിച്ച SFI പ്രവർത്തകർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്നാണ് ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രിൻസിപ്പാളിനെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിനെതിരെ നടപടി സ്വീകരിച്ചില്ല. ഒപ്പം തന്നെ ഒരാളുടെ അഭിപ്രായം പറയുക, അതായത് രമ നേരത്തെ ഈ SFI പ്രവർത്തകരായിട്ടുള്ള കുട്ടികൾ ഈ ക്യാമ്പസിൽ ലഹരി ഉപയോഗം നടത്തുന്നു എന്നുള്ള കാര്യമായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ ഒരു സംഭവത്തിലായിരുന്നു പിന്നീട് രമയ്ക്കെതിരെ അച്ചടക്ക നടപടിയടക്കം സർക്കാർ പ്രതികാരം എന്നോണം നടത്തിയത്. ഈ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടനാ അവകാശമാണെന്നും ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു ഭരണഘടനാ അവകാശത്തിന്റെ പുറത്താണ് രമ ഇത്തരത്തിലൊരു അഭിപ്രായം നടത്തിയിരിക്കുന്നത്. പക്ഷെ അതിനെതിരെ വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിലടക്കം വ്യാപകമായിട്ടുള്ള ആക്രമണം ഉണ്ടായി. മാത്രമല്ല, നേരിട്ടുള്ള ആക്രമണവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികാര നടപടികളും ഉണ്ടായിട്ടുണ്ട്. ഇത് അംഗീകരിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി വിമർശന രൂപേണ പറഞ്ഞിരിക്കുന്നത്. അച്ചടക്ക നടപടിയെടുത്ത് ഇത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അത് ഹനിക്കാൻ സാധിക്കത്തില്ല. ഒരു പ്രിൻസിപ്പാളിനെ ഖരാവ് ചെയ്യാനും ആക്രമിക്കാനും SFIക്ക് എന്ത് അവകാശം എന്നുള്ള ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ ഡോക്ടർ രമയ്ക്കെതിരെ രണ്ടാമതൊരു വകുപ്പ് തല നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രം കൂടി ഡയറക്ടർ സമർപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. ഈ നടപടി അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമാണെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ മാർച്ച് 31 വിരമിക്കാനിരിക്കെ തന്നെയാണ് വീണ്ടും ഒരു പരാതി നേരത്തെ, അതായത് 2022 ഒരു വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ മേലെ ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നത്. അതിന് ചില നിക്ഷിപ്ത താല്പര്യം ഉണ്ടായിരുന്നുവെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ രണ്ടാമത്തെ കുറ്റപത്രത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ അച്ചടക്ക നടപടി വകുപ്പ് തല അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, ആ ആക്ഷേപങ്ങൾ നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി വിലയിരുത്തുകയും അതോടൊപ്പം തന്നെ ഡോക്ടർ രമയ്ക്കെതിരെ ഇതുവരെ സർക്കാർ വകുപ്പ് തലത്തിൽ സ്വീകരിച്ച എല്ലാ നടപടികളും ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും SFIയെ സംബന്ധിച്ചാണെങ്കിലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് SFIയുടെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ നടത്തിയിരുന്ന ആ പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടിയ ഒരു അധ്യാപികയാണ് ഡോക്ടർ രമ. അതിനെ തുടർന്നാണ് അവർക്ക് SFIയിൽ നിന്നും ഒപ്പം തന്നെ സർക്കാരിൽ നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദവും ഇത്തരത്തിലുള്ള വകുപ്പ് തല നടപടികളിലേക്ക് വരെ പോകുന്ന കാര്യങ്ങൾ എത്തിയതുമൊക്കെ. അത് മാത്രമല്ല, മാർച്ച് 31 അവർ വിരമിക്കാനിരിക്കെ വീണ്ടും വകുപ്പ് തല നടപടി സ്വീകരിച്ചുകൊണ്ട് പെൻഷൻ തടയുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മുന്നോട്ട് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതടക്കമാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രമയ്ക്കെതിരെ നടത്തിയിട്ടുള്ള എല്ലാ നടപടികൾക്ക് പിന്നിലും ഒരു ഗൂഢലക്ഷ്യവും ഒരു താല്പര്യവും ഉണ്ടായിരുന്നു. ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് ജസ്റ്റിസുമാരായ ശോഭ അന്നമ്മ അതോടൊപ്പം മുഹമ്മദ് മുഷ്താഖ് അടങ്ങിയിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.